നമ്മൾ നേരത്തെ സംസാരിച്ച ആ ലേഖനങ്ങളും നോട്ടുകളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? അതിൽ പല തടസ്സങ്ങളുണ്ട്. ശരിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില തടസ്സങ്ങൾ. അതെ. അപ്പോ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് അത്തരം തടസ്സങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായും ഈ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട പെർസെപ്ച്വൽ ബ്ലോക്സ്, പിന്നെ നമ്മുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഇമോഷണൽ ബ്ലോക്സ്. ആ ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ പ്രശ്നങ്ങളെ കുറച്ചുകൂടി നന്നായി സമീപിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. തീർച്ചയായും. നമ്മളെപ്പോഴും പുറത്തുള്ള കാരണങ്ങളെക്കുറിച്ചാണ് അധികവും ചിന്തിക്കാറ്. പക്ഷെ പലപ്പോഴും യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ പറഞ്ഞ പെർസെപ്ച്വൽ, ഇമോഷണൽ തടസ്സങ്ങൾ. ശരിയാണ്. അപ്പോൾ അവയെ തിരിച്ചറിയേണ്ടത് ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ നമുക്ക് ആദ്യത്തേതിലേക്ക് കടക്കാം. പെർസെപ്ച്വൽ ബ്ലോക്സ്, അതായത് നമ്മുടെ പ്രത്യക്ഷാനുഭവങ്ങളിലെ തടസ്സങ്ങൾ. ഒരു പ്രശ്നത്തെ ശരിയായിട്ട് മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന കാര്യങ്ങൾ അല്ലേ? അതെ അതെ. നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലുള്ള പ്രശ്നങ്ങൾ. അതിൽ പ്രധാനമായിട്ട് ഒരു 5 എണ്ണം പറയാം. ഓക്കെ. ഒന്നാമത്തേത്, പ്രതീക്ഷിക്കുന്നത് മാത്രം കാണുക. സീം ഓൺലി വാട്ട് യു എക്സ്പെക്ട് എന്ന് പറയും. നമ്മൾ മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും. ആ പിന്നെ നമ്മൾ കാണുന്നതെല്ലാം ആ ഉറപ്പിച്ച കാര്യത്തിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ശരിക്കുള്ള പ്രശ്നം അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾ നമ്മൾ കാണില്ല. ഓ, നമ്മൾ അറിയാതെ തന്നെ ചില വിവരങ്ങൾ ഒഴിവാക്കും. അതെ, ഒഴിവാക്കും, അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് സങ്കല്പിക്കും. രണ്ടാമത്തേതോ? സ്റ്റീരിയോടൈപ്പിംഗ്. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. അതെ, സ്റ്റീരിയോടൈപ്പിംഗ്. ആളുകളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ പെട്ടെന്നൊരു ലേബിലൊട്ടിക്കുക. ഉം, നമ്മള് നേരത്തെ കണ്ട ആ ലേഖനത്തിലെ ഉദാഹരണം പോലെ ഒരാൾ ജോലിയിൽ കുറച്ച് പിന്നോട്ടാണെങ്കിൽ ഉടനെ മടിയൻ എന്ന് പറയും. ശരിയാണ്. പക്ഷേ ഒരുപക്ഷെ കാരണം അതായിരിക്കില്ല. ആ ചെയ്യുന്ന ജോലി ഭയങ്കര ബോറിംഗ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രഷർ കൊണ്ടാവാം. ആ ഒരു ലേബല് ചെയ്യുന്നത് ശരിയായ പ്രശ്നം കാണുന്നതിൽ നിന്ന് നമ്മളെ തടയും. പിന്നെ പ്രശ്നം തിരിച്ചറിയാതിരിക്കുന്നത്, നോട്ട് റെക്കഗ്നൈസിംഗ് പ്രോബ്ലംസ്. അതുപോലെ പ്രശ്നത്തെ ശരിയായ രീതിയിൽ കാണാതിരിക്കുന്നത്, നോട്ട് സീയിങ് ദ പ്രോബ്ലം ഇൻ പെർസ്പെക്റ്റീവ്. ഇത് രണ്ടും തമ്മിലൊരു ബന്ധം തോന്നുന്നുണ്ടല്ലോ. ഉണ്ട്, ബന്ധമുണ്ട്. പ്രശ്നം അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ കാണാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം മാത്രം കാണുക. അതാണ് ഈ രണ്ടും. അപ്പോ കാര്യങ്ങൾ വഷളായി കഴിയുമ്പോൾ മാത്രം അയ്യോ ഇതൊരു പ്രശ്നമായിരുന്നല്ലോ എന്ന് തിരിച്ചറിയുന്നത്. അതാണ് നോട്ട് റെക്കഗ്നൈസിംഗ് പ്രോബ്ലംസ്. അത് പലപ്പോഴും വൈകിപ്പോയിട്ടുണ്ടാവും. ശരി ശരി. അതുപോലെ ഒരു പ്രശ്നത്തെ മൊത്തത്തിൽ കാണാതെ അതിൻ്റെ ഏതെങ്കിലും ഒരു മൂല മാത്രം ഫോക്കസ് ചെയ്യുന്നത്, അതാണ് നോട്ട് സീയിങ് ഇൻ പെർസ്പെക്റ്റീവ്. ഇത് നമ്മളെ ചിലപ്പോൾ ശരിയല്ലാത്ത അല്ലെങ്കിൽ ഭാഗികമായ പരിഹാരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. മനസ്സിലായി. ഇനി അഞ്ചാമത്തത്, കാരണവും ഫലവും തെറ്റിദ്ധരിക്കുന്നത്, മിസ്റ്റേക്കിംഗ് കോസ് ആൻഡ് ഇഫക്റ്റ്. ഇതും ഒരു വലിയ പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഒരു പ്രശ്നത്തിന്റെ ലക്ഷണം കാണുമ്പോൾ അതുതന്നെയാണ് കാരണമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ആ ഉദാഹരണത്തിന്, നമ്മൾ ഓർഡർ ചെയ്ത സാധനം വരാൻ വൈകുന്നു. അതെ അത് ഫലമാണ്. അതെ. പക്ഷെ നമ്മൾ ഉടനെ വിചാരിക്കും സപ്ലയർ അയക്കാൻ വൈകിയതാണെന്ന്. ഒരുപക്ഷെ നമ്മൾ ഓർഡർ കൊടുക്കാൻ വൈകിയതായിരിക്കാം യഥാർത്ഥ കാരണം. ഓക്കെ. അപ്പോൾ ആ കാരണം തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് പരിഹാരം കണ്ടെത്താനും പറ്റില്ല. ശരിയാണ്. അപ്പോ നമ്മുടെ ചിന്താരീതികളും ഈ മുൻവിധികളും ഒക്കെ തന്നെ പ്രശ്നപരിഹാരത്തിന് വലിയ തടസ്സങ്ങളാണ്. അതെ. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട വിഭാഗത്തിലേക്ക് വരാം. വൈകാരിക തടസ്സങ്ങൾ, ഇമോഷണൽ ബ്ലോക്സ്. നമ്മുടെ വികാരങ്ങൾ അതെങ്ങനെയാണ് നമ്മളെ തടയുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള പേടി, ടെൻഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അക്ഷമ, ഇതൊക്കെ നമ്മൾ ലോജിക്കലായി ചിന്തിക്കുന്നതിന് തടയും, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിനെയും. ഓക്കെ. ഇതിലേറ്റവും കോമൺ ആയിട്ടുള്ളത് തെറ്റുപറ്റുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വിഡ്ഢിയാകുമോ എന്ന ഭയം, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഓർ ലുക്കിംഗ് ഫൂളിഷ്. ഇത് ശരിയാണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പുതിയ ആശയം പറയാൻ മടിക്കുന്നത് ഇതുകൊണ്ടായിരിക്കും അല്ലേ? മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ട്. അതെ അതെ. പ്രത്യേകിച്ചും ഒരു ടീമായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ആളുകളുടെ മുന്നിൽ. അപ്പം നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കില്ല, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിക്കും. ഇതിനോട് ചേർന്ന് തന്നെയാണോ റിസ്ക് എടുക്കാനുള്ള ഭയമും, ഫിയർ ഓഫ് ടേക്കിംഗ് റിസ്ക്സ്? അതെ, രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. പരാജയപ്പെടുമോ എന്നുള്ള പേടി, അതുകൊണ്ട് നമ്മൾ എപ്പോഴും സേഫായ, നമുക്ക് പരിചയമുള്ള വഴികൾ മാത്രം നോക്കും, പുതിയതൊന്നും പരീക്ഷിക്കില്ല. ക്ഷമയില്ലായ്മ, ഇംപേഷ്യൻസ്, അതും ഒരു പ്രശ്നമാണെന്ന് പറയുന്നുണ്ടല്ലോ. ആണ്. നമുക്ക് പെട്ടെന്നൊരു ഉത്തരം വേണം.
അല്ലെങ്കിൽ ആ പ്രശ്ന കാരണം ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, അത് പെട്ടെന്ന് തീർക്കണം. ആ അപ്പൊ കിട്ടുന്ന ആദ്യത്തെ പരിഹാരത്തിലേക്ക് നമ്മൾ ചാടും, ശരിക്കും ആലോചിക്കാതെ. അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ ആശയമാണെങ്കിൽ, ഓ ഇതൊന്നും നടക്കില്ല എന്ന് പെട്ടെന്ന് തള്ളിക്കളയും. ശരിയാണ്. അതുപോലെ ഉത്കണ്ഠ ഒഴിവാക്കാനുള്ള ശ്രമം, അവോയ്ഡിങ് ആങ്സൈറ്റി, അതെങ്ങനെയാണ് വരുന്നത്? ചില പ്രശ്നങ്ങളൊക്കെ കുറച്ച് എന്താ പറയാ റിസ്ക് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ഒരു ഉറപ്പും ഉണ്ടാവില്ല. അതൊരു ടെൻഷൻ ഉണ്ടാക്കും. ഉം, ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കും. സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ മടിക്കും. ഓക്കെ. ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്. ഒന്ന് ക്രമത്തിനായുള്ള ആവശ്യം, നീഡ് ഫോർ ഓർഡർ. പിന്നെ വെല്ലുവിളിയുടെ അഭാവം, ലാക്ക് ഓഫ് ചാലഞ്ച്. ഇത് രണ്ടും എങ്ങനെയാണ് വൈകാരിക തടസ്സങ്ങളാവുന്നത്? നീഡ് ഫോർ ഓർഡർ എന്ന് പറഞ്ഞാൽ ചിലർക്കെല്ലാം ഒരു ചിട്ടയിൽ, ഒരു ഓർഡറിൽ നടക്കണമെന്ന് നിർബന്ധമുണ്ട്. ആ മനസ്സിലായി. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ സാഹചര്യം കുറച്ച് അവ്യക്തമാണെങ്കിൽ, ഒരു ക്ലിയർ കട്ട് വഴി മുന്നിലില്ലെങ്കിൽ അവർക്കത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ആ ഒരു അവ്യക്തത അവരെ അസ്വസ്ഥരാക്കും. ശരി. ലാക്ക് ഓഫ് ചാലഞ്ചോ? അത് പ്രശ്നം വളരെ സിമ്പിളാണെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അത് പരിഹരിച്ചതുകൊണ്ടോ പരിഹരിച്ചില്ലെങ്കിലോ നമുക്ക് വലിയ ഗുണമോ ദോഷമോ ഇല്ലെന്ന് തോന്നുമ്പോൾ വരുന്ന ഒരു താൽപ്പര്യക്കുറവോ. ആ, ഒരു മടുപ്പ് പോലെ. അതെ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി മെനക്കെടില്ല, എളുപ്പവഴി നോക്കും, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അന്ന് അവഗണിക്കും. മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ പെർസെപ്ച്വൽ ബ്ലോക്സും ഇമോഷണൽ ബ്ലോക്സും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിനെ എത്രമാത്രം പിന്നോട്ട് വലിക്കുന്നുണ്ട്, അല്ലേ? കൃത്യമായി. അതുകൊണ്ട് തന്നെയാണ് ഈ തടസ്സങ്ങളെ, അതായത് പെർസെപ്ച്വൽ ആയാലും ഇമോഷണൽ ആയാലും, ആദ്യം തിരിച്ചറിയുക എന്നത് പ്രധാനമെന്ന് പറയുന്നത്. ഓ എനിക്ക് ഇന്ന തടസ്സമുണ്ട് എന്ന് നമ്മൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റിയാൽ അതിനെ മറികടക്കാൻ നമുക്ക് ബോധപൂർവം ശ്രമിക്കാൻ പറ്റും. ശരിയാണ്. ആ തിരിച്ചറിവ് തന്നെ വലിയൊരു കാര്യമാണ്. അതെ. ആ തിരിച്ചറിവാണ് ശരിക്കും ഫലപ്രദമായ പ്രശ്നപരിഹാരത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയാം. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കായിട്ട് ഒരു കാര്യം. അടുത്ത തവണ ഏതെങ്കിലും ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ ഒന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. നമ്മളിപ്പോൾ സംസാരിച്ച ഏതെങ്കിലും പെർസെപ്ച്വൽ ബ്ലോക്ക്, അതായത് നിങ്ങളുടെ കാഴ്ചപ്പാടിലെ പ്രശ്നം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമോഷണൽ ബ്ലോക്ക്, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ എന്ന്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിന്താപരമായ തടസ്സങ്ങൾ, പ്രശ്നപരിഹാര വഴികൾ എന്ന വിഷയത്തിലെ ചില പ്രധാന കാര്യങ്ങളാണ്. നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ അറിയാതെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു തരം മാനസിക തടസ്സങ്ങൾ, അല്ലേ? അതെ അതെ. ഇതിൽ പ്രധാനമായും രണ്ട് തരം തടസ്സങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഇന്റലക്ച്വൽ ബ്ലോക്സ്, അതായത് നമ്മുടെ ചിന്താപരമായ തടസ്സങ്ങൾ. പിന്നെ എക്സ്പ്രസീവ് ബ്ലോക്സ്, നമ്മുടെ ആശയങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ. ശരിയാണ്. അപ്പോ ഇവയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനും എങ്ങനെ ഈ വെല്ലുവിളികളെ മറികടക്കാം എന്നും നോക്കാം. ഓക്കെ. അപ്പോ ആദ്യം ഈ ഇന്റലക്ച്വൽ ബ്ലോക്സ് എന്താണത്? ഇന്റലക്ച്വൽ ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ആവശ്യമായ ചിന്താശേഷി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ള കഴിവ് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതെ അതെ, ഉള്ള കഴിവ് ശരിയായി ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അതും ഒരു തടസ്സമാണ്. ഇതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ലാക്ക് ഓഫ് നോളജ് ഓർ സ്കിൽ ഇൻ ദ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്. അതായത് ആ പ്രശ്നപരിഹാര പ്രക്രിയയിൽ തന്നെ നമുക്ക് വേണ്ടത്ര അറിവോ വൈദഗ്ധ്യമോ ഇല്ലാതിരിക്കുക. അത് എങ്ങനെയാണ്? ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോൾ അനാലിറ്റിക്കൽ തിങ്കിങ്, അതായത് കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ്, പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, ഇതൊന്നും ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ എല്ലാ പ്രശ്നത്തിനും ഒരേ സമീപനം തന്നെ, ഇൻഫ്ലെക്സിബിൾ സ്ട്രാറ്റജി എന്ന് പറയും, അതും ഇതിൽ വരും. ശരി. പിന്നെ വേറൊന്ന് പറയുന്നുണ്ടല്ലോ, ലാക്ക് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, സർഗാത്മക ചിന്തയുടെ അഭാവം. ഇത് കഴിവില്ലായ്മ തന്നെയാണോ? അതൊരു നല്ല പോയിന്റാണ്. അത് കഴിവില്ലായ്മ എന്നതിനേക്കാൾ ആ ഉള്ള കഴിവ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പലപ്പോഴും. ഓഹോ. നമ്മുടെ സാധാരണ അനാലിറ്റിക്കൽ തിങ്കിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? സ്കൂളിലായാലും ജോലിസ്ഥലത്തായാലും. അപ്പോൾ ഈ സർഗാത്മകമായി ചിന്തിക്കാൻ ഒരു പരിശീലനം കിട്ടാതെ പോകുന്നു. ശരിയാണ്. അത് നമ്മൾ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല, അല്ലേ? അതെ. പിന്നെ വരുന്നത് ഇൻഫ്ലെക്സിബിൾ തിങ്കിങ്, ചിന്തയിലെ ഒരു വഴക്കമില്ലായ്മ. അത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണോ?
അതെ, ഇത് ഒരു ചിന്താരീതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ള ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന്, ഒരു പ്രശ്നം നമ്മൾ നന്നായി വിശകലനം ചെയ്തു. ഇനി വേണ്ടത് പുതിയ ആശയങ്ങളാണ്, ഐഡിയ ജനറേഷൻ. പക്ഷെ ആ വിശകലനത്തിൽ നിന്ന് ഈ ഐഡിയ ജനറേഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായി. വാക്കുകളിലൂടെ ചിന്തിക്കുന്നതിൽ നിന്ന് പെട്ടെന്ന് ദൃശ്യങ്ങളിലൂടെ ചിന്തിക്കാൻ പറയുന്ന പോലെയോ? അത് തന്നെ. വെർബൽ തിങ്കിങ്ങിൽ നിന്ന് വിഷ്വൽ തിങ്കിങ്ങിലേക്ക് മാറാനുള്ള ബുദ്ധിമുട്ട്, അതും ഒരു ഇൻഫ്ലെക്സിബിലിറ്റിയാണ്. ഓക്കേ, പിന്നെ നോട്ട് ബീങ് മെത്തോഡിക്കൽ, ക്രമബന്ധമല്ലാത്ത സമീപനം. ഇത് വളരെ സാധാരണമാണെന്ന് തോന്നുന്നു. അതെ, ഒരുപക്ഷേ ഏറ്റവും സാധാരണമായ തടസ്സം ഇതായിരിക്കും. ഒരു പ്രശ്നം കിട്ടിയാൽ എവിടെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ടു പോകണം എന്നൊരു വ്യക്തമായ പ്ലാൻ ഇല്ലായ്മ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാത്തത്. അതെ, ഒരു ഘട്ടം ഘട്ടമായുള്ള രീതി ഇല്ലാതെ വരുമ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞുപോകും. ഫലപ്രദമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ലാക്ക് ഓഫ് നോളജ് ഓർ സ്കിൽ ഇൻ യൂസിംഗ് ദ ലാംഗ്വേജ് ഓഫ് ദ പ്രോബ്ലം. പ്രശ്നത്തിന്റെ ഭാഷ അതെന്താണ്? അതായത് ഓരോ പ്രശ്നത്തിനും അതിൻ്റേതായ ഒരു ഭാഷയുണ്ടാവാം. ചിലപ്പോൾ അത് സാങ്കേതിക പദങ്ങളാവാം, സ്പെഷ്യലിസ്റ്റ് ജാർഗൺ, അല്ലെങ്കിൽ കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ആ ഭാഷ നമുക്ക് മനസ്സിലായില്ലെങ്കിലോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലോ പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടാവും. തിരിച്ചും സംഭവിക്കാമല്ലോ, അനുയോജ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത്. തീർച്ചയായും. കണക്കിലെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ ഗണിതശാസ്ത്രം ഉപയോഗിക്കുന്നതിനു പകരം വെറുതെ വാചകത്തിൽ വിവരിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയാവില്ല. ശരി. പിന്നെ വിവരങ്ങളുടെ കാര്യം, യൂസിംഗ് ഇനാഡിക്വേറ്റ് ഇൻഫർമേഷൻ. അതെ, ആവശ്യത്തിന് വിവരം ശേഖരിക്കാതിരിക്കുക, അല്ലെങ്കിൽ കിട്ടിയതിൽ ഏതാണ് പ്രധാനമെന്ന് തിരിച്ചറിയാതിരിക്കുക, അതുമല്ലെങ്കിൽ തെറ്റായ വിവരം ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മളെ തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോ ഈ ഇന്റലക്ച്വൽ ബ്ലോക്സ് എന്ന് പറയുന്നത് ചിന്തയുടെ തലത്തിലുള്ള കാര്യങ്ങളാണ്. അതെ. ഇനി അടുത്തതിലേക്ക് വരാം, എക്സ്പ്രസീവ് ബ്ലോക്സ്, അതായത് ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ. നമ്മുടെ മനസ്സിലുള്ള ആശയം അല്ലെങ്കിൽ കണ്ടെത്തിയ പരിഹാരം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ. കൃത്യമായി പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു പരിഹാരം നടപ്പാക്കേണ്ട ആളുകളിലേക്ക് അത് വ്യക്തമായി പറയാൻ പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? പ്രധാന കാരണം ആശയങ്ങൾ കൈമാറാനോ രേഖപ്പെടുത്താനോ വേണ്ട ഭാഷാപരമായ കഴിവുകളില്ലാത്തതാണ്. അത് വാക്കുകളാവാം, ചിത്രങ്ങളാവാം, കണക്കുകളാവാം, ശാസ്ത്രീയമായ ചിഹ്നങ്ങളാവാം. ഓക്കെ, ഇതിലും പലതരം തടസ്സങ്ങളുണ്ടല്ലോ. ഉണ്ട്. ഒന്നാമത്തേത് യൂസിംഗ് ദ റോങ് ലാംഗ്വേജ്, തെറ്റായ ഭാഷ ഉപയോഗിക്കുന്നത്. അതായത് ചില പ്രശ്നങ്ങൾക്ക് ഒരു ഭാഷ മറ്റൊന്നിനേക്കാൾ യോജിച്ചതായിരിക്കും. ഇപ്പോ അളവുകൾ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യത്തിൽ ഡാറ്റയെല്ലാം വെറുതെ വാചകത്തിലെഴുതി വെച്ചാൽ വലിയ കാര്യമില്ല. അവിടെ ഗ്രാഫോ ചാർട്ടോ ഒക്കെയാവും നല്ലത്. ശരിയാണ്. അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കണക്കുപയോഗിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. പിന്നെ അൺഫെമിലിയാരിറ്റി വിത്ത് എ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓഫ് എ ലാംഗ്വേജ്. അത് രസകരമാണ്. നന്നായി എഴുതാനറിയുന്ന പലർക്കും ഒരു പ്രസംഗം പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതെ അതെ, എഴുത്തും സംസാരവും രണ്ടാണ്. രണ്ടും ഒരേ ഭാഷയുടെ വ്യത്യസ്ത പ്രയോഗങ്ങളാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലുള്ള പരിചയക്കുറവ്. പിന്നെ ഇനാഡിക്വേറ്റ് എക്സ്പ്ലനേഷൻസ്, വിശദീകരണം മതിയാവാതെ വരുന്നത്. ഇത് പലപ്പോഴും സംഭവിക്കാം. ഒന്നുകിൽ നമുക്ക് തന്നെ ആ വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായ ധാരണയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് നമ്മളങ്ങ് ഊഹിക്കും, അല്ലേ? അതെ, നമ്മളത് അസ്യൂം ചെയ്യും. പക്ഷെ അവർക്കത് അറിയണമെന്നില്ല. അപ്പോൾ നമ്മുടെ ആശയം എത്ര നല്ലതാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ശരിയാണ്. നല്ല ആശയങ്ങൾ പോലും ഇങ്ങനെ അവതരണത്തിലെ പിഴവുകൊണ്ട് തള്ളിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് ധാരാളം. ഇനി 2 ശൈലികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പാസീവ് മാനേജ്മെന്റ് സ്റ്റൈൽ, നിഷ്ക്രിയമായൊരു ശൈലി. അതെ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഒരു മടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ ആശയം മറ്റൊരാളെക്കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടി വരുമ്പോൾ ഇത് വലിയ തടസ്സമാവും. ശരി. മറ്റേത് നേരെ തിരിച്ചും, a dominant management style. അതെ, അമിതമായി നിയന്ത്രിക്കുന്ന ശൈലി. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു അടിച്ചേൽപ്പിക്കൽ മനോഭാവം കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു എതിർപ്പുണ്ടാവും. തീർച്ചയായും. അവർക്ക് നമ്മൾ പറയുന്നതിനോട് ഒരു വിമുഖതയോ അല്ലെങ്കിൽ ഒരു ശത്രുതയോ ഒക്കെ തോന്നാം. സഹകരിക്കുന്നതിന് പകരം അവരതിനെ എതിർക്കാൻ നോക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈ ഇന്റലക്ച്വൽ ബ്ലോക്സ് നമ്മുടെ ചിന്തയെയും എക്സ്പ്രസീവ് ബ്ലോക്സ് നമ്മുടെ ആശയവിനിമയത്തെയുമാണ് ബാധിക്കുന്നത്. അതെ, ഇവ രണ്ടും തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ തടസ്സങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായി ഏതാണ് കൂടുതൽ ചാലഞ്ചിങ് ആയി തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാരണയായി കാണുന്നത്? അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം.
ചിലർക്ക് പുതിയ ഐഡിയകൾ വരാനായിരിക്കും ബുദ്ധിമുട്ട്, മറ്റു ചിലർക്ക് അത് അവതരിപ്പിക്കാനായും. പക്ഷെ പലപ്പോഴും ഇവ രണ്ടും ബന്ധപ്പെട്ട് കിടക്കും. ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്റലക്ച്വൽ ബ്ലോക്ക് അത് മറ്റൊരാളോട് വ്യക്തമായി പറയാനും എക്സ്പ്രസീവ് ബ്ലോക്ക് ബുദ്ധിമുട്ടായിരിക്കും. ശരിയാണ്. അപ്പോ ഈ തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയോ? പോരാ, തിരിച്ചറിഞ്ഞതിന് ശേഷം അത് മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഒരു ചെറിയ പടി വയ്ക്കുന്നത് പോലും നല്ലതാണ്. ഉദാഹരണത്തിന്, ഇപ്പോ ഒരു പ്രശ്നം കിട്ടിയാൽ ബോധപൂർവം അതിനെ ഒന്ന് ഘട്ടം ഘട്ടമായി സമീപിക്കാൻ ശ്രമിക്കുക. നോട്ട് ബീങ് മെത്തോഡിക്കൽ എന്ന ബ്ലോക്ക് മറികടക്കാൻ. അല്ലെങ്കിൽ ഒരു ആശയം അവതരിപ്പിക്കും മുൻപ് കേൾക്കുന്നയാൾക്ക് എന്തൊക്കെ അറിയാം, എന്തറിയില്ല എന്നൊന്നുകൂടി ആലോചിക്കുന്നത്. അതെ, ഇനാഡക്വേറ്റ് എക്സ്പ്ലനേഷൻസ് ഒഴിവാക്കാൻ അത് സഹായിക്കും. ചെറിയ മാറ്റങ്ങൾ മതിയാവും ചിലപ്പോൾ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. നമ്മൾ വ്യക്തിഗത തലത്തിലുള്ള തടസ്സങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്. ഒരു കാര്യം കൂടി ആലോചിക്കാനുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഇതിൽ പങ്കുണ്ടോ? അതായത്, നമ്മൾ ജോലി ചെയ്യുന്ന ടീം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഒരു സംസ്കാരം, അതും നമ്മുടെ ചിന്തകളെയും ആശയവിനിമയത്തെയും തടസ്സപ്പെടുത്തുമോ? ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതായത്, നല്ല ആശയങ്ങളൊക്കെ ഉണ്ടായിട്ടും ചില സമയത്ത് നമുക്കതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റാതെ വരും. എന്താവും അതിന് കാരണം? ശരിയാണ്. അപ്പം നമ്മളിന്ന് നിങ്ങളുടെ സോഴ്സുകൾ ഉപയോഗിച്ച് ഇതിന്റെ പിന്നിലുള്ള ചില കാരണങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ ഒരു സംസ്കാരത്തിൽ നിന്നുമൊക്കെ വരുന്ന തടസ്സങ്ങൾ, എൻവയോൺമെന്റൽ ആൻഡ് കൾച്ചറൽ ബ്ലോക്സ്, ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ തടസ്സങ്ങളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം തിരിച്ചറിഞ്ഞാലേ നമുക്കതിനെ മറികടക്കാൻ പറ്റൂ. അതെ അതെ. അപ്പോ നിങ്ങളുടെ ഈ സോഴ്സുകൾ പറയുന്ന പോലെ പ്രധാനമായിട്ടും 2 തരം തടസ്സങ്ങളുണ്ട്. ഒന്ന് എൻവയോൺമെന്റൽ ബ്ലോക്സ്, അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ. ഭൗതിക സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങളൊക്കെ വരും, അല്ലേ? അതെ അതെ. രണ്ടാമത്തത് കൾച്ചറൽ ബ്ലോക്സ്. അത് കുറച്ചുകൂടി നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ചിന്താരീതികൾ, സമൂഹം നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ, അങ്ങനെയുള്ളവ. ഓക്കെ. അപ്പം നമുക്ക് ആദ്യത്തേതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ എൻവയോൺമെന്റൽ ബ്ലോക്സ്, അതായത് പാരിസ്ഥിതിക തടസ്സങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ. അതെങ്ങനെയാണ് നമ്മുടെ പ്രശ്നപരിഹാര ശേഷിയെ ബാധിക്കുന്നത്? ഓഫീസിലെ കാര്യമാവാം, വീട്ടിലെ അന്തരീക്ഷമാവാം. ശരിയാണ്. സോഴ്സുകളിൽ ഇതിന് കുറേ ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു 7ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ. ഒരു പ്രധാനപ്പെട്ട കാര്യം മാനേജ്മെന്റ് സ്റ്റൈലാണ്. മാനേജ്മെന്റ് സ്റ്റൈൽ, അതായത് നമ്മുടെ മേലധികാരികളുടെ ഒരു രീതി. അതെ. നമ്മളൊരു പുതിയ ആശയം കൊണ്ടു ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? ഓ, ഇതൊന്നും ഇവിടെ നടക്കില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ പണ്ട് നോക്കിയതാ, ശരിയാവില്ല എന്നൊക്കെയാണ് സ്ഥിരം മറുപടിയെങ്കിൽ. പിന്നെ നമ്മൾ പുതിയതൊന്നും പറയാൻ പോവില്ല. ഇല്ല, നമ്മളങ്ങ് നിർത്തും. പുതിയ കാര്യങ്ങൾ ചിന്തിക്കുന്നത് തന്നെ ചിലപ്പോൾ നിർത്തിക്കളയും. അതൊരു വലിയ ബ്ലോക്കാണ്. പിന്നെ മറ്റൊന്നാണ് ഡിസ്ട്രാക്ഷൻസ്, ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ. ഓഫീസിലാണെങ്കിൽ ഭയങ്കര ബഹളം, അല്ലെങ്കിൽ ആളുകൾ വെറുതെ വന്ന് തടസ്സപ്പെടുത്തുന്നത്, അതൊക്കെ തന്നെ നമുക്കൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും. ഈ ഏകാഗ്രത പോയാൽ പിന്നെ പുതിയ ചിന്തകളൊന്നും വരില്ല. ശരിയാണ്. അതുപോലെ ഫിസിക്കൽ ഡിസ്കംഫർട്ട്, ശാരീരികമായ അസ്വസ്ഥതകൾ. ഇപ്പോ ഒരു നല്ല കസേരയില്ല, എപ്പോഴും നടുവേദനയാണ്. അങ്ങനെയൊക്കെ വന്നാൽ ജോലിയിലുള്ള താൽപ്പര്യം തന്നെ കുറയില്ലേ? തീർച്ചയായും. അതൊന്നും നമ്മൾ സാധാരണഗതിയിൽ ഒരു ബ്ലോക്കായിട്ട് ചിന്തിക്കാറില്ല, പക്ഷെ അതും ഒരു ഘടകമാണ്. അതെ. പിന്നെ വരുന്നതാണ് ലാക്ക് ഓഫ് സപ്പോർട്ട്, അതായത് പിന്തുണയില്ലാത്ത അവസ്ഥ. പിന്തുണ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു വിദഗ്ധ അഭിപ്രായം വേണ്ടിവരും, അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ, വിവരങ്ങൾ ആവശ്യമുണ്ടാവും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ള അധികാരം, അതോറിറ്റി. ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ നല്ല ഐഡിയ കയ്യിലുണ്ടായിട്ടും കാര്യമില്ലാതാവും. വെറും പ്രോത്സാഹനം, ഒരു നല്ല വാക്ക് കിട്ടാത്തതുപോലും ചിലപ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കും. അതെ. അതുപോലെ ഈ സ്ട്രെസ്, മാനസിക പിരിമുറുക്കം, അതും സോഴ്സിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ, സമയപരിധികൾ, ഡെഡ്ലൈൻ പ്രഷർ, ഇതൊക്കെ ചിലരിൽ വലിയ തോതിൽ പിരിമുറുക്കമുണ്ടാക്കും. ഈ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പുതിയ ഐഡിയകൾ വരാനുള്ള സാധ്യത കുറവാണ്. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ശരിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടും കിടക്കുന്നുണ്ടാവും, അല്ലേ? ഇപ്പോ
മോശം മാനേജ്മെന്റ് സ്റ്റൈല് കാരണം സ്ട്രെസ് കൂടാ. തീർച്ചയായും പരസ്പരം ബന്ധമുണ്ട്. അതുപോലെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിലുള്ള കുറവ്, ആവശ്യത്തിന് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാതെ വരിക, ടീം മെമ്പർമാർ തമ്മിൽ ശരിയായ സംസാരമില്ലാതിരിക്കുക, ഇതൊക്കെ നേരത്തെ പറഞ്ഞ പിന്തുണ കുറയാനും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുമൊക്കെ കാരണമാകും. പിന്നെ മോണോട്ടോണസ് വർക്ക്, അതായത് ഒരേപോലെയുള്ള വിരസമായ ജോലി. എന്നും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു മടുപ്പ് വരില്ലേ? വരും. ആ മടുപ്പ് കാരണം പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഉത്സാഹം പോകും. ചിലപ്പോൾ നമ്മുടെ മുന്നിലൊരു പ്രശ്നം വന്നാൽ പോലും നമ്മളത് കാണാതെ പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇവിടെ എപ്പോഴും ഉള്ളതാ എന്ന് കരുതും. ശരിയാണ്. അവസാനം പറഞ്ഞ പോയിന്റ്, എക്സ്പെക്ടേഷൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ, അതെങ്ങനെയാണ് ഒരു തടസ്സമാകുന്നത്? അത് രസകരമാണ്. അതായത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മുടെ മാനേജർമാർ, അവരൊക്കെ ഒരു സാധാരണ പരിഹാരത്തിൽ തൃപ്തരാണെന്ന് കരുതുക. വലിയ പുതുമയൊന്നും വേണമെന്ന് അവർക്ക് നിർബന്ധമില്ല. ഓക്കെ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഒരു പക്ഷേ കൂടുതൽ മികച്ച, കുറച്ചുകൂടി വ്യത്യസ്തമായൊരു വഴി കണ്ടെത്താൻ മെനക്കെടില്ല. ഇത്രയുമൊക്കെ മതിയെന്ന് നമ്മളും കരുതും. എന്നാൽ നേരെ മറിച്ച് അവർ എന്തെങ്കിലും പുതിയത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രമിക്കും. അതെ. അപ്പോൾ മറ്റുള്ളവരുടെ പ്രതീക്ഷകളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ബ്ലോക്സ്, നമ്മുടെ പുറമേയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ. അപ്പോ ഈ എൻവയോൺമെന്റൽ ബ്ലോക്സ് നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ, അതോ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായവയാണോ? ചിലതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഉദാഹരണത്തിന് ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം, അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ പരിഹരിക്കാൻ നോക്കാം. പക്ഷേ മാനേജ്മെന്റ് സ്റ്റൈൽ പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട് വലിയ നിയന്ത്രണം ഉണ്ടാവില്ല. അവിടെ നമ്മൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ ആ സാഹചര്യം മാറ്റാൻ ശ്രമിക്കേണ്ടി വരും. അതെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം, അല്ലേ? കൾച്ചറൽ ബ്ലോക്സ്, സാംസ്കാരികമായ തടസ്സങ്ങൾ. ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ള കാര്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെയൊക്കെ സമൂഹം എങ്ങനെ സ്വാധീനിക്കുന്നു, അത് പ്രശ്നപരിഹാരത്തിന് എങ്ങനെ തടസ്സമാകുന്നു, അതാണല്ലോ വിഷയം. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. നമ്മൾ വളർന്നു വന്ന സമൂഹം, അവിടുത്തെ ചിട്ടവട്ടങ്ങൾ, പൊതുവായ വിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൺക്വസ്റ്റ്യനിങ് ആക്സെപ്റ്റൻസ് ഓഫ് ദ സ്റ്റാറ്റസ് കോ. സ്റ്റാറ്റസ് കോ, അതായത് നിലവിലുള്ള അവസ്ഥ, അതിനെ ചോദ്യം ചെയ്യാതെ അങ്ങ് സ്വീകരിക്കുക. അതെ. കാര്യങ്ങളൊക്കെ പണ്ടേ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇതിനിപ്പം മാറ്റേണ്ട കാര്യമുണ്ടോ എന്നൊരു ചിന്ത. ഒരു കാര്യം സാധാരണയായി നമ്മൾ ചെയ്യാത്ത രീതിയിലാണെങ്കിൽ എന്തുകൊണ്ടങ്ങനെ ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതെന്തിനാ വെറുതെ മാറ്റുന്നത് എന്നാവും ചിന്ത പോവുക. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഓൾവേസ് ഡൺ ഇറ്റ് ദിസ് വേ സിൻഡ്രോം എന്നൊക്കെ പറയില്ലേ? അതെ അതെ. അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊന്നാണ് ഡിസ്ലൈക്ക് ഓഫ് ചേഞ്ച്, മാറ്റങ്ങളോടുള്ള ഒരു ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ഭയം. കാരണം മാറ്റമെന്ന് പറയുമ്പോൾ അതിലൊരു അനിശ്ചിതത്വമുണ്ടല്ലോ. ഉണ്ട്. ആളുകൾക്ക് പൊതുവെ ഒരു സുരക്ഷിതത്വം ഇഷ്ടമാണ്. ഉള്ള രീതി അങ്ങ് തുടർന്നു പോയാൽ മതിയെന്ന് തോന്നും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാമെന്നൊരു പേടിയുമുണ്ടാവും. അതുകൊണ്ട് പാരമ്പര്യത്തെയും പഴയ രീതികളെയും മുറുകെ പിടിക്കും. അടുത്ത പോയിന്റ് കുറച്ച് വ്യത്യസ്തമാണല്ലോ. ഫാന്റസി ആൻഡ് ഹ്യൂമർ ആർ നോട്ട് പ്രൊഡക്റ്റീവ്. അതായത് ഭാവനയ്ക്കും തമാശയ്ക്കുമൊന്നും ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ വലിയ കാര്യമില്ല എന്ന ചിന്ത. ഇത് പലരും വിശ്വസിക്കുന്ന ഒന്നാണ്. പ്രോബ്ലം സോൾവിംഗ് എന്നത് വളരെ ഗൗരവമുള്ളൊരു ഏർപ്പാടാണ്. അവിടെ തമാശയ്ക്കും ഭാവനയ്ക്കും ഒന്നും സ്ഥാനമില്ല എന്ന്. അതെ, കളിച്ചിരുന്നാൽ എങ്ങനെ ശരിയാവും എന്നൊരു മനോഭാവം. പക്ഷേ സോഴ്സ് പറയുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പല പുതിയ കണ്ടുപിടുത്തങ്ങളും വന്നിട്ടുള്ളത് അപ്രതീക്ഷിതമായ, ബന്ധമില്ലെന്നു തോന്നുന്ന കാര്യങ്ങളെ തമ്മിൽ കൂട്ടിയിണയ്ക്കുമ്പോഴാണ്. ഒരു തമാശയുടെ പഞ്ച് ലൈൻ പോലെ. ശരിയാണ്. ആ ഒരു കണക്ഷൻ കിട്ടുമ്പോഴാണ് പുതിയ ആശയം വരുന്നത്. അതെ. അപ്പോ ഈ ഭാവനയെയും തമാശയെയും ഒക്കെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ സത്യത്തിൽ പുതിയ സാധ്യതകളുടെ വാതിലാണ് നമ്മൾ അടയ്ക്കുന്നത്. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഫീലിംഗ്സ്, ഇൻറ്റ്യൂഷൻ ആൻഡ് സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്സ് ആർ അൺറിലയബിൾ എന്നൊരു ധാരണയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ തോന്നലുകൾ, അവബോധം, വ്യക്തിപരമായ വിലയിരുത്തലുകൾ, ഇതൊന്നും അത്ര വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ചിന്ത. ഓക്കെ. നമ്മൾ പൊതുവെ യുക്തിക്കും കണക്കുകൾക്കും അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട്
ഈ പറഞ്ഞ ഇൻറ്റ്യൂഷൻ അഥവാ അവബോധം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് ഇതിനെയൊക്കെ അത്ര കാര്യമാക്കാറില്ല. പക്ഷേ ഗണിതശാസ്ത്രത്തിൽ പോലും പ്രശ്നപരിഹാരത്തിന് ഈ ഇൻറ്റ്യൂഷൻ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് സോഴ്സിൽ പറയുന്നു. അതെ, വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും അവരുടെ ഉൾവിളിയെ പിന്തുടർന്നാണ് പലപ്പോഴും വലിയ കണ്ടെത്തലുകളിലെത്തിയിട്ടുള്ളത്. യുക്തി മാത്രം പോരാ, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സ്പാർക്ക് വരണം. അപ്പോൾ യുക്തിയും ഈ അവബോധവും ഒരുപോലെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഒന്നിനെ തള്ളിക്കളയുന്നത് ഒരു ബ്ലോക്കാണ്. ശരിയാണ്. ഇനിയിപ്പോ ഓവർ എംഫസിസ് ഓൺ കോമ്പറ്റീഷൻ ഓർ കോപ്പറേഷൻ, അതായത് മത്സരത്തിനോ അല്ലെങ്കിൽ സഹകരണത്തിനോ അമിതമായി പ്രാധാന്യം നൽകുന്നത്, അതെങ്ങനെയാണ് തടസ്സമാവുന്നത്? ഇത് രണ്ടും അധികമായാൽ പ്രശ്നമാണ്. ഇപ്പോ ഭയങ്കര മത്സരബുദ്ധിയാണെന്ന് വെക്കുക. എപ്പോഴും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം എന്ന ചിന്ത. അപ്പോ മറ്റുള്ളവർ പറയുന്ന നല്ല ആശയങ്ങൾ പോലും നമ്മൾ കേൾക്കാൻ തയ്യാറാവില്ല. അല്ലെങ്കിൽ അവരുടെ ആശയത്തെ എതിർക്കാൻ വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കും. ഇനി മറുവശത്ത് സഹകരണത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്താലോ? അമിതമായ സഹകരണം. അപ്പോ ഒരു ഗ്രൂപ്പില് എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം, ആരും ഒറ്റപ്പെട്ടു നിൽക്കരുത് എന്നൊരു തോന്നൽ വരും. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ പോലും അത് ഗ്രൂപ്പിന്റെ പൊതുവായ അഭിപ്രായത്തിനെതിരാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും. മറ്റുള്ളവർക്ക് ഇഷ്ടക്കേടാവണ്ട എന്ന് കരുതും. അപ്പോൾ അവിടെയും പുതിയ ആശയങ്ങൾ പുറത്തുവരില്ല. ഓക്കെ, അപ്പോൾ രണ്ടിനും ഒരു ബാലൻസ് വേണം. അവസാനമായിട്ട് സോഴ്സ് പറയുന്ന ഒരു കൾച്ചറൽ ബ്ലോക്കാണ് ടാബൂസ്, അതായത് വിലക്കുകൾ. എന്ത് തരത്തിലുള്ള വിലക്കുകളാണ് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ശരിയല്ല, അല്ലെങ്കിൽ അത് മോശമാണ്, അപകടകരമാണ് എന്നൊക്കെയുള്ള ചില ധാരണകളുണ്ട്. ധാർമ്മികമായ കാരണങ്ങൾ കൊണ്ടാവാം, മറ്റു വിശ്വാസങ്ങൾ കൊണ്ടാവാം. മനസ്സിലായി. അപ്പോ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നമെങ്കിൽ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കാൻ പോലും മടിക്കും. കാരണം അതൊരു വിലക്കപ്പെട്ട മേഖലയാണല്ലോ. പക്ഷേ സോഴ്സ് പറയുന്നത് ചിന്തയുടെ തലത്തിലെങ്കിലും ഈ വിലക്കുകൾ ലംഘിക്കുന്നത് ചിലപ്പോൾ പ്രശ്നത്തിന് പുതിയൊരു കാഴ്ചപ്പാട് നൽകാൻ സഹായിക്കുമെന്നാണ്. അതെ, ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ വാട്ട് ഇഫ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ചിന്താപരമായ പരീക്ഷണത്തിൽ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ടാബുകളെ ചോദ്യം ചെയ്യേണ്ടി വരും. അത് പുതിയ വഴികൾ തുറന്നു തന്നേക്കാം. ഒരു ഉദാഹരണം സോഴ്സിൽ പറയുന്നുണ്ട്. ചില നിയമങ്ങൾ ലംഘിക്കാൻ അനുവാദം കൊടുത്തപ്പോൾ വിദ്യാർത്ഥികൾ കൂടുതൽ നല്ല പരിഹാരങ്ങൾ കണ്ടെത്തിയെന്ന്. ശരിയാണ്. അപ്പോൾ ഈ എൻവയോൺമെന്റൽ, കൾച്ചറൽ ബ്ലോക്സ്, ഇവ രണ്ടും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് ചിന്തയെയും പ്രശ്നപരിഹാര ശേഷിയെയുമൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും ഇവയെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഉള്ളിലും പുറത്തും ഇത്തരം തടസ്സങ്ങളുണ്ടെന്ന് തിരിച്ചറിയുക. അതെ, തിരിച്ചറിഞ്ഞാൽ പിന്നെ അതിനെ മറികടക്കാനുള്ള വഴികൾ തേടാമല്ലോ. സ്വന്തം തടസ്സങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. മറ്റുള്ളവരുടെ തടസ്സങ്ങൾ കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കാം. കൃത്യമാണ്. ഈ തടസ്സങ്ങളെ തിരിച്ചറിയുന്നത് ഒരു തുടക്കം മാത്രമാണ്. അവയെ മറികടക്കാൻ നിരന്തരമായൊരു ശ്രമം ആവശ്യമാണ്. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ മതിയാകാം, ചിലപ്പോൾ കൂടുതൽ വലിയ പരിശ്രമം വേണ്ടിവരും. അപ്പോ ഇന്ന് നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വയം ഒന്ന് ചോദിച്ചു നോക്കാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള എൻവയോൺമെന്റൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ബ്ലോക്ക് തിരിച്ചറിയുന്നുണ്ടോ? ഒരുപക്ഷെ ഇന്ന് ചർച്ച ചെയ്ത ഏതെങ്കിലും ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ചെറിയ പടി മുന്നോട്ട് വയ്ക്കാൻ എന്ത് മാറ്റം കൊണ്ടുവരാം? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നപരിഹാര ശേഷി ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. തീർച്ചയായും. ആ ഒരു ചിന്ത, ആ ഒരു ആത്മപരിശോധന, അത് വളരെ നല്ലതാണ്. ഈ തടസ്സങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടാറുണ്ടല്ലേ? തീർച്ചയായും. ചില പ്രശ്നങ്ങൾ നമ്മൾ പെട്ടെന്ന് പരിഹരിക്കും. പക്ഷെ ചില സമയത്ത് എവിടെങ്കിലും തടഞ്ഞു നിൽക്കും, സ്റ്റക്കാവും. അതെ. എന്തുകൊണ്ടാണ് ഈ തടസ്സങ്ങൾ വരുന്നത്? ഇന്ന് നമ്മൾ അതാണ് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. പ്രശ്നപരിഹാരത്തിലെ തടസ്സങ്ങളും പിന്നെ അത് മറികടക്കാനുള്ള ചില വഴികളും. ശരിയാണ്. ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിന്ന് പ്രശ്നപരിഹാരത്തിനുള്ള തടസ്സങ്ങളും തന്ത്രങ്ങളും എന്നൊരു പഠനത്തെ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത്. അപ്പോ ഇതിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്കതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഓരോരുത്തരും പ്രശ്നങ്ങളെ സമീപിക്കുന്നത് പല രീതിയിലാണ്. അതെ അതെ. ഇതിനെയാണ് ലേണിംഗ് സ്റ്റൈൽസ് അഥവാ പഠനശൈലികൾ എന്ന് പറയുന്നത്. ലേണിംഗ് സ്റ്റൈൽസ്. ചിലർക്ക് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു മനസ്സിലാക്കണം, വിഷ്വലായിട്ട്. ചിത്രങ്ങളോടെയോ മറ്റോ? അതെ. മറ്റു ചിലർക്ക് കേട്ട് പഠിക്കുന്നതാണ് എളുപ്പം, ഓറൽ ലേണേഴ്സ്. കേൾവിയിലൂടെ. പിന്നെ ചിലർക്ക് ഒരു കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഘട്ടം ഘട്ടമായിട്ട് മനസ്സിലാക്കണം, ലോജിക്കലായിട്ട് പോണം. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർക്കൊറ്റയടിക്ക് ആശയം കിട്ടണം, ഓൾ ഓർ നത്തിങ് എന്നൊക്കെ പറയില്ലേ. മൊത്തത്തിലൊരു ചിത്രം കിട്ടണം. അതുപോലെ ചിലർ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും, ഇൻട്രോവേർട്ട് രീതി. അതേസമയം മറ്റു ചിലർക്ക് ഒരു ഗ്രൂപ്പിലിരുന്ന് മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് മുന്നോട്ടു പോകാനാവും താൽപ്പര്യം. സോഷ്യൽ ലേണേഴ്സ്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ നമ്മൾ അറിയണമല്ലേ? തീർച്ചയായും. ഇത് നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഘടകമാവാം. ശരിയാണ്. പിന്നെ രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ചിന്താശൈലികളിൽ ലിംഗഭേദങ്ങൾക്ക് പോലും, അതായത് ജെൻഡർ ലിങ്ക്ഡ് ഡിഫറൻസിനും ഒരു പങ്കുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നു. ഓഹോ, അതെങ്ങനെയാണ്? ഉദാഹരണത്തിന്, വിവരങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്യാനും കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടി കഴിവുണ്ടെന്ന് ചില കണ്ടെത്തലുകൾ പറയുന്നുണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗിലല്ലേ? അതെ. പക്ഷെ ഇത് എന്താ പറയാ, ഒരു പൊതുവായ കണ്ടെത്തലാണ്. എല്ലാ സാഹചര്യത്തിലും ഇത് 100% ശരിയാവണമെന്നില്ല. ശരിയാണ്. ഇതൊരു സാധ്യതയാണ്, പക്ഷേ സ്റ്റീരിയോടൈപ്പ് ചെയ്യാനും പാടില്ല. തീർച്ചയായും. പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളും ഒരു തടസ്സമോ അല്ലെങ്കിൽ സഹായകമോ ആകാം എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ശരി. അപ്പോ ഈ പഠനശൈലികളും ഒരു പരിധിവരെ ലിംഗഭേദങ്ങളും സ്വാധീനിക്കാം. ഇത് കൂടാതെ വേറെ പ്രധാനപ്പെട്ട തടസ്സങ്ങളുണ്ട്. അതാണ് കോഗ്നിറ്റീവ് ബാരിയേഴ്സ്. കോഗ്നിറ്റീവ് ബാരിയേഴ്സ്, ബുദ്ധിപരമായ തടസ്സങ്ങൾ അല്ലേ? അതെ, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലാക്ക് ഓഫ് ട്രാൻസ്ഫർ ഓഫ് സ്ട്രക്ചർ. ലാക്ക് ഓഫ് ട്രാൻസ്ഫർ ഓഫ് സ്ട്രക്ചർ. അതെ. അതെന്താണ്? അതായത് നമ്മൾ മുൻപ് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാവും. ഓക്കെ. അതുപോലത്തെ ഘടനാപരമായി സാമ്യമുള്ള വേറൊരു പുതിയ പ്രശ്നം വരുമ്പോൾ ആ പഴയ അറിവ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാതെ വരിക. ഓ, മനസ്സിലായി. അതായത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതെ, ആ സ്ട്രക്ചർ, ആ ഘടന ഒന്നാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നു. നമ്മൾ ചിലപ്പോൾ പുറമേയുള്ള വ്യത്യാസങ്ങൾ മാത്രം നോക്കും. ഇത് സാധാരണ തുടക്കക്കാർക്ക് പറ്റുന്ന അബദ്ധമാണോ? തുടക്കക്കാർക്ക് മാത്രമല്ല. അത്ഭുതം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വിഷയത്തിൽ നല്ല കഴിവുള്ളവർക്ക്, വിദഗ്ധർക്ക് പോലും ഇത് സംഭവിക്കാം. ആണോ? അതെ. അവർ ചിലപ്പോൾ ആഴത്തിലുള്ള ആ സാമ്യം കാണാതെ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകും. ഓക്കേ, ഇത് വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ. ആണ്. ഇവിടെയാണ് അനാലജീസ്, തിരിച്ചറിയാനുള്ള കഴിവ് പ്രസക്തമാവുന്നത്. സാമ്യതകൾ. അനാലജി. നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലത്തെ വേറെ പ്രശ്നം മുൻപ് പരിഹരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത്, ആ അനാലജി ഉപയോഗിക്കുന്നത് ഈ ട്രാൻസ്ഫറിന് സഹായിക്കും. ശരി. പക്ഷേ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പലപ്പോഴും ഒരാൾ ഒരു അനാലജി ചൂണ്ടിക്കാണിച്ച് തന്നാൽ പോലും അത് ഈ പുതിയ പ്രശ്നത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്ന ആൾക്ക് മനസ്സിലാവണമെന്നില്ല. ഓ, അതായത് അനാലജി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കാര്യമല്ല, അത് അപ്ലൈ ചെയ്യാൻ അറിയണം. അതെ. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ബാരിയറാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ആശയത്തിന് ഒരൊറ്റ ഉപയോഗമേ ഉള്ളൂ എന്നൊരു ധാരണയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഓ, ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യണം. കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ഇല്ല. ശരി. പക്ഷേ ഒരു നാണയത്തൊട്ടുണ്ട്. ആ നാണയം ഉപയോഗിച്ച് സ്ക്രൂ തിരിക്കാമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം നാണയം പൈസ കൊടുക്കാനുള്ളതാണ്, സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ തിരിക്കാനുള്ളതാണ്. ആ ഒരു ഫിക്സഡ് ചിന്ത. മനസ്സിലായി. ഒരു സാധാരണ ഉപയോഗത്തിനപ്പുറം ചിന്തിക്കാത്ത അവസ്ഥ. അതെ. അതുപോലെ വേറൊന്നുണ്ട്, സൂപ്പർഫിഷ്യൽ ട്രാൻസ്ഫറൻസ്. സൂപ്പർഫിഷ്യൽ ട്രാൻസ്ഫറൻസ് അതായത് രണ്ട് പ്രശ്നങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അതിന്റെ ആഴത്തിലുള്ള ഘടനയോ ആശയമോ നോക്കാതെ പുറകുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. ചിലപ്പോൾ വാക്കുകൾ അല്ലെങ്കിൽ വേരിയബിൾസ് അത് മാത്രം മാച്ച് ചെയ്യാൻ നോക്കും. ആഴത്തിലുള്ള ബന്ധം കാണാതെ പോകുന്നു. അതെ. ഇതെല്ലാം പ്രശ്നപരിഹാരത്തിന് തടസ്സങ്ങളാണ്. കൊള്ളാം. അപ്പോൾ ഈ പഠനശൈലികളുടെ പ്രശ്നങ്ങള്, പിന്നെ ഈ കോഗ്നിറ്റീവ് ബാരിയേഴ്സ്, ഇതൊക്കെ മറികടക്കാൻ എന്തെങ്കിലും വഴികള്, തന്ത്രങ്ങള് ഈ പഠനം പറയുന്നുണ്ടോ? ഉറപ്പായും.